വികസനത്തിന്റെ കഥ പറയുന്ന ഫ്ലെക്സുകളിലെ മഷി ഉണങ്ങും മുൻപ് തന്നെ കൊട്ടിയാഘോഷിച്ച് നടപ്പാക്കിയ ദേശീയപാത വികസനം അഴിമതിയുടെ നിത്യ സ്മാരകമായി മാറിയിരിക്കുന്നു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ആശങ്കയാകുകയാണ് സംസ്ഥാനത്തെ ദേശീയപാതകൾ. 2 ദിവസത്തിനിടെ 3 ഇടങ്ങളിലാണ് ദേശീയപാതകൾ ഇടിഞ്ഞു വീണത്. മലപ്പുറത്ത് കൂരിയാടിന് പിന്നാലെ തലപ്പാറയിലും കാസർഗോഡ് കാഞ്ഞങ്ങാടും 6 വരി പാത ഇടിഞ്ഞ് സർവീസ് റോഡ് തകർന്നു. മൺസൂൺ എത്തും മുൻപേ പെയ്ത കനത്ത മഴയിലാണ് 3ഇടത്തും ദേശീയപാതകൾ തകർന്നു എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മഴക്കാലത്തിന് മുൻപേ ഈ ദേശീയപാതകളിൽ ഊടുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയും പരിവാരങ്ങളുമായി ഓടി നടന്നും ഫ്ലെക്സ് അടിച്ചും ക്രെഡിറ്റ് അടിച്ചവർ ആരെയും ഇപ്പോൾ തകർന്ന റോഡിനടുത്തേക്ക് കാണുന്നില്ല. കോടികൾ മുടക്കി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഗുണനിലവാരമില്ലായ്മയും അഴിമതിയുമാണ് പാത തകരാൻ കാരണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെയും കെടുകാര്യസ്ഥതയുടെയും പ്രതീകമാണ് ഈ സംഭവം. മഴയത്ത് ഒലിച്ചുപോയത് കോടികളാണ്. മാസങ്ങളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വേഗത്തിലായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണങ്ങൾ ഒരു മഴയിൽ തകർന്നടിയുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ നേർക്കാഴ്ചയാണ്. സർക്കാർ വികസനത്തിന്റെ വാചകമടിയിൽ 4ാം വാർഷികം പൂർത്തിയാകുന്ന അന്ന് തന്നെയാണ് ഈ മെഗാ പ്രോജക്റ്റിലെയും അഴിമതി പൊതുജനമധ്യത്തിൽ തുറന്നു കാട്ടപ്പെടുന്നത്. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച സർക്കാരിനെയാണ് 4ാം വാർഷിക വേളയിൽ കേരളം കാണുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. കൊട്ടിയാഘോഷിച്ച ദേശീയപാതയാണ് മലപ്പുറത്ത് ഇടിഞ്ഞു താണിരിക്കുന്നത്. ദേശീയപാതയുടെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന സർക്കാർ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA പറഞ്ഞു. കേരളത്തിലെ നാഷണൽ ഹൈവേ അതിനുവേണ്ടി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു, സോഷ്യൽ മീഡിയയിൽ അവകാശവാദങ്ങൾ ഉയർത്തി. മലപ്പുറത്ത് ആ നാഷണൽ ഹൈവേ തകർന്നു വീണ് യാത്രക്കാർക്കും അതുപോലെ വാഹനങ്ങൾക്കും അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതിന്റെ അവകാശവാദം ഉന്നയിച്ച ആളുകളെല്ലാം അതിന്റെ പിതൃത്വത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഉത്തരവാദിത്തം മറ്റുള്ളവരിൽ ഏൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരും അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. ഹൈവേ പണിതു എന്നതിന്റെ പേരിൽ ആഘോഷിക്കുന്ന മുഖ്യമന്ത്രിക്കോ സംസ്ഥാന സർക്കാരിനോ ഇതിൽ ഉത്തരവാദിത്തമില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് ദേശീയപാത യാഥാർത്ഥ്യമായത്. UPA സർക്കാരിന്റെ കാലത്ത് ഹൈവേ പണിയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നു. മലപ്പുറത്തും കാസർഗോട്ടും ഹൈവേ തകർന്നതിന് ആരാണ് യഥാർത്ഥ ഉത്തരവാദി? ഹൈവേ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം. ഹൈവേ പണിതു എന്നതിന്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല, കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ല. കനത്ത മഴ മൂലം അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണ് അപകട കാരണമെന്നാണ് ആദ്യ നിഗമനം. 6 മാസത്തോളം മഴ പെയ്യുന്ന കേരളത്തിൽ വലിയ ആശങ്കയാണ് ദേശീയപാതകൾ ഉയർത്തുന്നത്. കാലവർഷം വരുന്നത് ജനങ്ങളിൽ ഭീതി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണത്. പുതിയ 6 വരി പാതയുടെ ഭാഗമാണ് ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിച്ചത്. കനത്ത മഴയിൽ അടിത്തറയിൽ കൂരിയാടിന് പിന്നാലെ മലപ്പുറം തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ടു. കൂരിയാട് നിന്നും 4 കിലോമീറ്റർ അകലെയാണ് തലപ്പാറ. നിർമ്മാണം പൂർത്തിയായ റോഡിന്റെ മധ്യഭാഗത്താണ് വിള്ളൽ. ഉയർത്തിക്കെട്ടിയ പാതയുടെ സംരക്ഷണ ഭിത്തി വലിയ ശബ്ദത്തോടെ താഴെയുള്ള സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാടും ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു വീണു. കനത്ത മഴയെ തുടർന്നാണ് റോഡിന്റെ ഒരു ഭാഗം തകർന്നത്. കല്യാൺ റോഡ് ഭാഗത്തെ നിർമ്മാണം പൂർത്തിയായ സർവീസ് റോഡാണ് ഇടിഞ്ഞു വീണത്. ഈ ഭാഗത്ത് മീറ്ററുകളോളം ആഴത്തിൽ വലിയ കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി മുതൽ പ്രദേശത്ത് കനത്ത മഴയാണ്. ഇതിനു പിന്നാലെയാണ് ദേശീയപാത സർവീസ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ഇതോടെ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതവും സ്തംഭിച്ചു. നീലേശ്വരത്ത് ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വിണ്ടുകീറുകയും ചെയ്തു. പെരിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപം സർവീസ് റോഡിൽ മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് ബസ് താഴ്ന്നു. കറന്തക്കാടും ചെർക്കളയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിഷയത്തിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഫ്ലെക്സിലെ വികസനം ഇനി വേണ്ട,
ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിലവാരമുള്ള വികസനം മതി എന്നാണ് ജനങ്ങളുടെയും ആവശ്യം. എന്തായാലും മഴയൊന്ന് പെയ്തപ്പോൾ തകർന്ന ദേശീയപാത ഭരണകക്ഷിയുടെ വികസന അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ക്രെഡിറ്റടിക്കാൻ വെച്ച ഫ്ലെക്സുകൾ ഇപ്പോഴും ദേശീയപാതയിൽ പ്രദർശനത്തിനുണ്ട്. അഴിമതിയുടെ നിത്യസ്മാരകമായി.